ാകുമ്പോൾ പുതുവർഷത്തിൽ യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന സൂചനകളാണ് മുന്നിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. നോക്കുകുത്തിയ ഇടുക്കി നേര്യമംഗലം പാലത്തിലെ സിഗ്നൽ സംവിധാനം. സിഗ്നൽ സ്ഥാപിച്ചിട്ടും തിരക്കേറുന്ന സമയങ്ങളിൽ പാലത്തിൽ ഗതാഗതക്കുരുക്കും വാക്കുതർക്കവും പതിവാണ്. വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിലെ നീലക്കുറിഞ്ഞി വസന്തത്തിന് മുന്നോടിയായി നേര്യമംഗലം പാലത്തിലെ തിരക്കൊഴിവാക്കുന്നതിനായിട്ടായിരുന്നു പാലത്തിന് ഇരുവശങ്ങളിലും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയത്. നിശ്ചിത ഇടവേളകളിൽ പാലത്തിന്റെ ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ സിഗ്നൽ സ്ഥാപിച്ചതൊഴിച്ചാൽ നാളിന്ന് വരെ സിഗ്നൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചിട്ടില്ല. മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ഇത്തവണയും നേര്യമംഗലം പാലത്തിൽ കുരുക്കും വാക്കുതർക്കവും രൂപം കൊണ്ടു കഴിഞ്ഞു. പോയ മധ്യവേനൽ അവധിക്കാലത്ത് ആംബുലൻസ് അടക്കം കുരുക്കിലാക്കപ്പെട്ടിരുന്നു. ഒരു വലിയ വാഹനത്തിനും ചെറുവാഹനത്തിനും കടന്നുപോകത്തക്ക വിസ്താരമേ നേര്യമംഗലം പാലത്തിനുള്ളൂ. തിരക്കേറുന്നതോടെ രണ്ടു വലിയ വാഹനങ്ങൾ ഒരേ സമയം പാലത്തിൽ കയറുകയും പിന്നീട് വാക്കുതർക്കമുണ്ടാവുകയും ചെയ്യുന്നത് പതിവാണ്. മുമ്പ് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നെങ്കിലും ഫലവത്താകാതെ വന്നതോടെയായിരുന്നു സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചത്. തിരക്കേറുന്ന സമയങ്ങളിൽ ഇരുദിശകളിലേക്കും ക്രമം പാലിച്ച് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകും വിധം സിഗ്നൽ ക്രമീകരിച്ചാൽ പാലത്തിലെ കുരുക്കൊഴിവാക്കാം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴത്തെ പ്രധാന വാർത്തകളുമായി വിദ്യ എത്തും.